അവനിലേക്ക് അടുക്കുന്നവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. നമ്മൾ എങ്ങോട്ടാണ് ഓടുന്നത്? മനുഷ്യന്റെ ശരീരം എന്ത് പറയുന്നുവോ അത് മാത്രം ചെയ്ത് ജീവിക്കാനാണ് നമ്മൾ ഓടുന്നത്. എന്ത് കിട്ടുന്നു അതുകൊണ്ട്? എന്ത് സമാധാനം നമുക്കുണ്ടാകുന്നു? മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹുവെങ്കിൽ ആ സൃഷ്ടിപ്പ് നടത്തിയവനാണ് പറയേണ്ടത് എവിടെയാണ് ഈ സൃഷ്ടി ഫംഗ്ഷൻ ചെയ്യേണ്ടത് എന്ന്. അതിന്റെ മാനുവൽ പരിശുദ്ധമായ ഖുർആൻ. എന്റെ ചെറുപ്പക്കാരികളോട്, യുവാക്കളോട്, യുവതികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തിരിഞ്ഞു നടക്കേണ്ട ഒരു വഴിയാണിത്. ഫാഷന്റെയും ഭൗതിക ഭ്രമത്തിന്റെയും പിന്നാലെ നമ്മൾ ഓടുമ്പോ ഒന്നോർക്കണം, ആത്മീയതയിൽ നിന്ന്, അല്ലാഹുവിൽ നിന്നുള്ള ഈ ഓട്ടം, ഈ അകൽച്ച, ലാ യസീദു മിനല്ലാഹി ഇല്ലാ ബുഅദ. ആ ഒരു ഓട്ടം സമാധാനത്തിൽ നിന്ന് ഏറ്റവും വലിയ അകൽച്ചയാണ്. മനുഷ്യന്റെ മനസ്സിൽ ഒരുതരം വൈവറിംഗ് വരും, ഒരുതരം പ്രയാസം വരും, ഒരുതരം മനസ്സ് കെട്ടല് വരും. മനസ്സിനുള്ളിൽ സമാധാനം കിട്ടില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. സുജൂദിൽ കിടന്ന് തല മണ്ണിലേക്ക് വെച്ച് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, കാരുണ്യവാനെ നീയാണല്ലോ ഏറ്റവും ഉന്നതൻ എന്ന് അല്ലാഹുവിനോട് പറയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം. അമൽ അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം. ഇഖ്ലാസ് നമ്മുടെ കൈകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം. ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം എന്ന് പറഞ്ഞുകൂടാ. ആത്മീയതയുടെ പ്രകടനങ്ങൾ ഒരുപാടുണ്ട് ഇന്നത്തെ കാലത്ത്, ഒരുപാടുണ്ട്. ആത്മീയതയുടെ പ്രകടനങ്ങൾ, സിയ്യുകൾ നമ്മുടെ ലിബാസിൽ. ഒരു മുതഅല്ലിമാവട്ടെ, ഒരു ആലിമാകട്ടെ, ഒരു വാഇദാകട്ടെ, സിയ്യുണ്ട്, കാട്ടിക്കൂട്ടലുകളുണ്ട്. പക്ഷെ അത് ഖൽബിനുള്ളിലേക്ക് കടക്കുന്നുണ്ടോ? നമ്മുടെ അമൽ ആർക്ക് വേണ്ടി ചെയ്യുന്നു? ഇഖ്ലാസ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ? വലിയ അഴിച്ചുപണി ആവശ്യമുള്ള കാലമാണിത്. എല്ലാം പ്രകടനങ്ങളാണ്, എല്ലാം കാണിച്ചുകൂട്ടലാണ്. എല്ലാം മനുഷ്യൻ അത് ഫോട്ടോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. ويحبون أن يحمدوا بما لم يفعلوا فلا تحسبنهم بمفازة من العذاب. നമ്മൾ ചെയ്യുന്നത് വളരെ ചെറുത്, എന്നാൽ അതിനെപ്പറ്റി പറയുന്നതോ വാ നിറച്ചു പറയാൻ. കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. ചെയ്യാത്തത് പോലും വിളിച്ചു പറയാൻ, ചെയ്യുന്ന ചെറിയ നന്മ പോലും മാലോകരം മുഴുവനും വിളിച്ചറിയിക്കാൻ. ആർക്കാണിത് ചെയ്യുന്നത്? അല്ലാഹുവിന് വേണ്ടിയാണോ? അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടിയോ? അതല്ല, ആർക്ക് വേണ്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യൽ ഗനിയ്യൽ ഖഫിയ്യ. അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമാണ്. ആരെന്നറിയോ? അത്തഖിയ്യ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരാളെ. അൽ ഗനിയ്യ, സമ്പന്നനായ ഒരാൾ. പിന്നെയോ അൽ ഖഫിയ്യ, എന്നാൽ താൻ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ആരെയും വിളിച്ചറിയിക്കാതെ സ്വകാര്യമായി രഹസ്യമായി ദാനം ചെയ്യുന്ന മുതലാളിയെ അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. സ്വദഖ എന്ന വലിയൊരു നന്മയാണ് ചെയ്തത്. പക്ഷെ ആ നന്മ ഒളിപ്പിച്ചു വെച്ചു. സക്കാത്ത് പരസ്യമായി ചെയ്യണം. ദാനം ചെയ്യുന്ന ആളുകൾ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ എന്ന് ആരും അറിയുന്നില്ല. സക്കാത്ത് ഇസ്ലാമിന്റെ ഷിആറാണ്, ഇസ്ലാമിന്റെ പ്രകടമായ അടയാളമാണത്. ഫർളായ നിസ്കാരം അത് ഇസ്ലാമിന്റെ ഷിആറാണ്. അതിനെ ഇഖാമത്ത് ചെയ്യാനാണ് പള്ളികൾ ഉണ്ടാക്കുന്നത്. അത് പരസ്യമായി ചെയ്യണം. ഫർള് നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങളോ രഹസ്യമായി ആരും കാണാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്തിനെന്നറിയോ? ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോ നമ്മുടെ ഖൽബിൽ നിന്ന് ലക്ഷ്യം അല്ലാഹു അല്ലാതെ മാറുന്നുണ്ട്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വെറുതെ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ളുഹറിന്റെ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരുപാട് നേരം മുമ്പ്, സാധാരണ ആളുകളൊക്കെ ജോലിക്ക് പോകുന്ന നേരത്ത് ആരോ വാതിൽ തുറക്കുന്ന പോലെ തോന്നി ഈ നിസ്കരിക്കുന്ന ആൾക്ക്.
ഫഅത്വാല സ്വലാത്ത, നിസ്കാരം കണ്ട് നീട്ടിക്കളഞ്ഞു. ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ വിചാരിച്ച ആള് പിന്നെ സൂറത്തു യാസീൻ ഓതി. എന്തേ? ആ വന്നാള് കണ്ടോട്ടെ ഞാൻ നിസ്കരിക്കുന്നത് വിചാരിച്ചിട്ട്. റുക്കൂഉം സുജൂദൊക്കെ ഒരുപാട് ഓതി, ഒരുപാട് നീട്ടി. അങ്ങനെയാള് 4 റക്അത്ത് 2 റക്അത്തോ 4 റക്അത്തോ നിസ്കാരം. ആദ്യം തുടങ്ങിയത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ഇടയ്ക്ക് ഒരു ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോ ഏതോ ഒരു നാട്ടുകാരൻ വരുന്നുണ്ടോ, കണ്ടോട്ടെ ഞാൻ നിസ്കാരക്കാരനാണ്. നിസ്കാരമൊക്കെ നീട്ടി റാഹത്തിൽ സലാം വിട്ട് നോക്കുമ്പോ വഴിതെറ്റി വന്ന ഒരു നായയായിരുന്നു അത്. അതിൽ വലിയൊരു നുക്തയുണ്ട്, ഒരു പാഠമുണ്ട്. മുസ്ലിം ഉമ്മത്തിന് അങ്ങോട്ടാണ് പോകേണ്ടത്. ഇന്ന് നമുക്ക് നഷ്ടം അറബി കോളേജിന്റെ കുറവല്ല, യതീംഖാനയുടെ കുറവല്ല, പള്ളി ദർസിന്റെ കുറവല്ല, മുതഅല്ലിമീങ്ങളുടെ എണ്ണത്തിന്റെ കുറവുമല്ല. പിന്നെ എന്താണെന്നറിയോ? ഇഖ്ലാസിന്റെ കുറവാണ്. ആർക്കൊക്കെ വേണ്ടി, സംഘടനകളെ വലുതാക്കി കാണിക്കാൻ വേണ്ടി, ആൾക്കൂട്ടമാണ് എന്ന് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി. എന്തിനാണ് ഇതൊക്കെ? നമ്മൾ ചെയ്യുന്നത് വലൗ യസീറൻ, എത്ര കുറച്ചാണെങ്കിലും അത് അല്ലാഹുവിന് വേണ്ടിയാണെങ്കിൽ അതേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.